ഇൻഫെക്ഷൻ തടയാൻ എന്തെല്ലാം പ്രൊഡക്റ്റ് ഉപയോഗിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് വ്ലോഗ്. ഒരു 100 വീടെടുത്തിട്ടുണ്ടെങ്കിൽ 10 വീട്ടിലെങ്കിലും പല അസുഖങ്ങളാൽ കിടപ്പിലായവരുണ്ടാവും. ജന്മനാൽ കിടപ്പിലായവരുണ്ടാവും, ആക്സിഡൻറ്റ് മൂലം ഉണ്ടാവും, പ്രായം കൊണ്ട് കിടപ്പിലായവരുണ്ടാവും. അവർക്കൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ തടയാൻ വീടിനുള്ളിൽ എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. കോവിഡ് വന്നതോടുകൂടിയാണ് നമ്മളെല്ലാം മാസ്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ കിടപ്പ് രോഗികളും എന്തെങ്കിലും രോഗങ്ങളായിട്ട് വീട്ടിലുള്ളവരുള്ളിടത്ത് നമ്മൾ ചെല്ലുമ്പോൾ മാസ്ക് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ നമ്മളിന്ന് ജലദോഷം മറ്റ് അസുഖങ്ങളൊന്നും അവർക്ക് പകരില്ല. അതിനായിട്ട് നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ കിടപ്പിലായവരുടെ ശരീരമൊക്കെ തുടച്ചു കൊടുക്കാൻ നമുക്ക് വെറ്റ് ടിഷ്യൂ ഉപയോഗിക്കുകയാണ് വളരെ നല്ലത്. അതേപോലെ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴൊക്കെ ഇതേപോലെ ടോയ്ലറ്റ് ടവൽ പറഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ഇതിനധികമൊന്നും പൈസ ഇല്ല. ഇത് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പരിധി വരെ ഇൻഫെക്ഷൻ തടയാൻ പറ്റും. നമ്മളത് ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതേപോലെ ബെഡ്ഷീറ്റിൽ ഇതേപോലെ അണ്ടർബെഡൊക്കെ നമ്മൾ വിരിക്കുകയാണെന്ന് വെച്ചാൽ ബെഡ്ഷീറ്റൊന്നും വൃത്തികേടാവില്ല. നമുക്ക് ബെഡ്ഷീറ്റ് കഴുകാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതേപോലുള്ള 1-2 ഷീറ്റ് നമ്മൾ ബെഡിൽ വിരിക്കുകയാണെങ്കിൽ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ കഴുകാൻ വളരെ എളുപ്പമാണ്. നമുക്ക് വൃത്തിക്ക് ബെഡ്ഷീറ്റൊക്കെ കൊണ്ട് നടക്കുകയും ചെയ്യാം. ഉപയോഗശേഷം നമ്മൾ വെയിലുള്ള സമയത്ത് ഇത് കത്തിച്ച് കളയുകയാണ് സാധാരണ എല്ലാവരും ചെയ്യാറ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ തടയാൻ വളരെ നല്ലതാണ്. അസുഖമൊക്കെ എടുക്കുന്ന ആൾക്കാർ നമ്മൾ പരിപാലിക്കുമ്പോൾ നമ്മൾ ഗ്ലൗസും മാസ്കും ഉപയോഗിക്കൽ വളരെ നല്ലതാണ്. നമുക്കും അസുഖം വരില്ല, അവർക്കും വരില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിലൊക്കെ പോകണതല്ല. അപ്പോൾ അതുകൊണ്ട് ഗ്ലൗസ് ഉപയോഗിക്കൽ നിർബന്ധമാണ്. അതേപോലെ മാസ്ക് ഉപയോഗിക്കലും നിർബന്ധം തന്നെയാണ്. നമ്മളധിക പേരും അടുക്കളയിൽ ഇതേപോലെ കിച്ചൺ ടവലൊക്കെ ഉപയോഗിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ അസുഖമായിട്ട് കിടക്കുന്നവരെടുത്ത് പരിപാലനം ചെയ്യുമ്പോഴും ഇതേപോലെ ടിഷ്യൂകൾ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു പരിധി വരെ തന്നെ നമുക്ക് ഇൻഫെക്ഷനൊക്കെ തടയാൻ പറ്റും. അപ്പോൾ അറിയാത്തവർ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ആർക്കും അസുഖം വരാതിരിക്കട്ടെ. വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ആവശ്യം വന്നപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നമ്മളൊരാഴ്ചക്കുള്ളത് അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് വാങ്ങിക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കഴിയും. ചിലപ്പോൾ 4 ദിവസം കൊണ്ട് കഴിയും. നമ്മൾ എത്ര ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇത് സാധനങ്ങൾ കഴിയും. ഈ പ്രൊഡക്റ്റിന് പല സ്ഥലത്തും പല വിലയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എവിടെയാണ് വില കുറവ് വെച്ചാൽ അവിടെ പോയിട്ട് നമുക്ക് വാങ്ങിക്കുകയാണ് നല്ലത്. നമുക്കിത് എപ്പോഴും ആവശ്യമുള്ളതല്ലേ. ഈ പ്രൊഡക്റ്റുകളൊക്കെ വില കുറവിൽ എവിടെയെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾക്ക് വാങ്ങാനാണ്. നമ്പറും കൂടെ വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ബന്ധപ്പെടാമല്ലോ. അപ്പോൾ നമ്മൾ ഓരോ സമയത്തും ഓരോ കമ്പനീൻ്റെ സാധനങ്ങളാണ് കേട്ടോ നമുക്ക് കിട്ടുന്നതാണ് മേടിക്കുക. എന്നും ഒരേ സാധനമൊന്നുമല്ല നമ്മൾ വാങ്ങുന്നത്. നമുക്ക് കിട്ടുന്നത് നമ്മൾ അപ്പോൾ വാങ്ങിക്കുകയാണ് ചെയ്യാറ്. ഇൻഫെക്ഷൻ തടയുക, അതിലുപരി നമുക്ക് ജോലിഭാരം കുറയ്ക്കൽ വലിയൊരു ഉപകാരമുള്ള കാര്യം കൂടിയാണ് ഇതേപോലുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ. അതേപോലെ മൗത്ത് വാഷ്, ഡെറ്റോൾ ഒക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാലമായി പല ഹോസ്പിറ്റലുകളിലായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതേ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതുകൊണ്ടുള്ള ഗുണം കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതറിയിച്ചത്. ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ബോക്സാണ്. നമ്മൾ റൂമിൽ പോകുമ്പോൾ അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ 1-2 പ്രാവശ്യം നമ്മൾ പോയി. അപ്പോഴൊക്കെ നമുക്ക് ഈ റൂമിൽ ഈ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബൈസ്റ്റാൻഡർക്കും രോഗിക്കൊക്കെ ഉപയോഗിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. ടവല്, ബ്രഷ് സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പം നമ്മൾ അസുഖമായി പോയതല്ലേ, അതിലെന്താ ഉള്ളതെന്ന് പോലും നമുക്ക് നോക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ബോക്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് നമ്മളിതൊക്കെ എടുത്ത് നോക്കിയിട്ടുള്ളത്. എല്ലാവരും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഭയങ്കര തിരക്കോട് കൂടിയല്ലേ പോവുക. അപ്പം നമ്മൾ സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ റൂമിൽ പോയിട്ട് ഇതേപോലെ ബോക്സ് കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഈ ബോക്സിലുണ്ട്. അപ്പോൾ ഇത് വളരെ ഒരു ഉപകാരം തന്നെയാണ്. അപ്പോൾ എല്ലാവരും അസുഖമായിട്ട് പോയിട്ടുണ്ട് വെച്ചാൽ നമ്മൾ ആ ബോക്സിൽ എന്താണെന്നുള്ളത് നോക്കാനൊന്നും ആർക്കും അപ്പം മാനസികാവസ്ഥ ആയിരിക്കില്ല. അപ്പം നമ്മൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം നിൽക്കേണ്ടി വന്നു. അപ്പം ഞാൻ വീട്ടിലുള്ളവർക്ക് വെറുതെ ഒരു വീഡിയോ എടുത്തിട്ട് കൊടുത്തതാണ്. ആ വീഡിയോ എൻ്റെ ഫോണിലുണ്ടായിരുന്നു. അത് ഞാനിതിൽ ഉൾപ്പെടുത്തിയതാണ്. ഇപ്പോൾ ചെറിയ റൂമാണെങ്കിലും അത്യാവശ്യം നല്ല സൗകര്യം, വൃത്തിയുണ്ട്. അപ്പം നല്ല റൂമായാൽ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ ദിവസങ്ങൾ നിൽക്കുമ്പോൾ
ഒരു മനസ്സമാധാനം ഉണ്ടാവും. അപ്പോൾ വൃത്തിയില്ലാത്ത റൂമാണെങ്കിൽ നമുക്ക് അവിടെ കഴിയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാവർക്കും. ഇൻഫെക്ഷൻ തടയാൻ എന്തെല്ലാം പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.